കൊച്ചി മഹാരാജ്യം. അവിടെ വെള്ളാരപ്പിള്ളി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന വെൺമണി നമ്പൂതിരിപ്പാടില്ലം. അവിടെ ഒരു കാലത്ത് മന്ദബുദ്ധിയായിട്ട് ഒരു ബ്രാഹ്മണ കുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അച്ഛൻ യഥാകാലം ഉപനയനം, സമാവർത്തനം മുതലായവ കഴിച്ച് വേദാധ്യയനത്തിനായി തൃശ്ശിവപേരൂർ ബ്രഹ്മസ്വം മഠത്തിൽ കൊണ്ടുചെന്നാക്കി. വേദാധ്യയനം ചെയ്തു തൃശ്ശിവപേരൂരിൽ താമസിച്ചിരുന്ന കാലത്തോളം അദ്ദേഹം സഹപാഠികളുടെ പരിഹാസ കഥാപാത്രമായിരുന്നു. ഇദ്ദേഹം ഒരു മണ്ടനും സാധുവുമായിരുന്നതിനാൽ അതിസാമർത്ഥ്യക്കാരായ ഉണ്ണി നമ്പൂരിമാർ ഇദ്ദേഹത്തെ പലവിധത്തിൽ ഭേഷ കളിപ്പിക്കുകയും പരിഹസിക്കുകയും പലവിധ അപകടങ്ങളിൽ അകപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്തെ തൃശ്ശിവപേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ ഒരു ചിത്രമെഴുത്തുകാരൻ ഒരു യക്ഷിയുടെ രൂപം വരച്ചു. ആ ചിത്രം സകല ലക്ഷണങ്ങളും തികഞ്ഞ ജീവൻ തുടിക്കുന്ന ഒരു സർവാംഗസുന്ദരി രൂപമായി മാറി. അതോടുകൂടി ആ യക്ഷിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ തുടങ്ങി. ആ യക്ഷി രാത്രികാലങ്ങളിൽ സഹശയനത്തിനായി ആ ദിക്കിലുള്ള യൗവനയുക്തന്മാരായ പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ അവരെ ഉപദ്രവിക്കുകയും പതിവായിരുന്നു. അക്കാലത്ത് ആ ദിക്കിൽ യക്ഷിയാൽ പലർക്കും ദിവ്യരതിക്രീഡയെ അനുഭവിക്കേണ്ടി വന്നു. അതിൽ അശക്തന്മാരായ പലരും പിറ്റേ ദിവസം മരിച്ചു പോകുകയും ചിലർ എണീക്കാൻ പാടില്ലാത്തവണ്ണം ക്ഷീണിച്ച് അവശന്മാരായി തീരുകയും ചെയ്തു. നല്ല ദേഹബലവും ധൈര്യവുമുള്ള ചിലർ മാത്രം അപകടമൊന്നും കൂടാതെ സുഖമനുഭവിച്ചുകൊണ്ടിരുന്നു. യക്ഷി ആരെയാണ് പിടികൂടുന്നതെന്ന് നിശ്ചയമില്ലാതിരുന്നതിനാൽ അക്കാലത്ത് ആ ദിക്കിലുള്ള പുരുഷന്മാരെല്ലാം വളരെ ഭയപ്പെട്ടാണ് രാത്രികാലങ്ങളിൽ കഴിച്ചുകൂട്ടിയിരുന്നത്. മേൽപ്പറഞ്ഞ ചിത്രത്തിന്റെ അടുക്കൽ പുരുഷന്മാർ ആരെങ്കിലും ചെന്ന് "നീ ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ വരണം" എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ ആ യക്ഷി ആ പുരുഷന്റെ അടുക്കലെത്തും. ആ യക്ഷിക്ക് അങ്ങനെ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ചില ഉണ്ണി നമ്പൂരിമാരും വെൺമണി നമ്പൂതിരിപ്പാടും കൂടി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയി. അവിടെ ചെന്ന് യഥാക്രമം ഓരോ ദേവന്മാരെ തൊഴുതു നടന്ന് ഒടുക്കം ആ യക്ഷിയുടെ ചിത്രത്തിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഉണ്ണി നമ്പൂരിമാർ എല്ലാവരും കൂടി പറഞ്ഞിളക്കി വെൺമണി നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ആ യക്ഷിയുടെ അടുക്കൽ "ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ വരണം" എന്ന് പറയിച്ചു. എല്ലാവരും കൂടി അങ്ങനെ പറയണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ പറയുന്നത് എന്തിനായിട്ടാണെന്നും അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്നും ഒന്നും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. ക്ഷേത്രദർശനം കഴിഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോയി. സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിഞ്ഞ് പതിവ് പോലെ എല്ലാവരും അവരവരുടെ കിടപ്പുസ്ഥലത്ത് ചെന്ന് കിടക്കുകയും ചെയ്തു. എല്ലാവരും ഉറക്കമായപ്പോൾ ആ യക്ഷി നമ്പൂതിരിപ്പാടിന്റെ അടുക്കലെത്തി. യക്ഷി ചെന്ന് തൊട്ട ഉടനെ അദ്ദേഹം ഉണർന്നു. ആ ദിവസം വരെ ബ്രഹ്മചര്യത്തോടുകൂടിയും സ്ത്രീസുഖം അറിയാതെയും ഇരുന്നിരുന്ന നമ്പൂതിരിപ്പാടിന് തൊട്ട മുൻപിൽ സ്നേഹത്തോടെയും ആവശ്യത്തോടെയും തന്നെ നോക്കി നിൽക്കുന്ന ആ സർവാംഗസുന്ദരിയെ ആവേശത്തോടെ കടന്നു പിടിച്ചു. പിന്നെ അവർ യഥേഷ്ടം സുഖാനുഭൂതിയോടുകൂടി സഹശയനം ചെയ്തു. യക്ഷിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സഹശയനം ഏറ്റവും തൃപ്തികരവും സന്തോഷവുമായി. ആ യക്ഷിക്ക് അന്നത്തെ പോലെ ഒരു സുഖവും തൃപ്തിയും അതിനു മുൻപ് ഒരിക്കലും ഉണ്ടായതായി തോന്നിയില്ല. സുഖാനുഭൂതികളെല്ലാം കഴിഞ്ഞ് അന്ത്യയാമമാകാറായപ്പോൾ യക്ഷി "എനിക്കിവിടെ താമസിക്കാൻ പാടില്ല. മനുഷ്യസഞ്ചാരം തുടങ്ങുന്നതിനു മുൻപ് എനിക്ക് സ്വസ്ഥാനത്ത് എത്തണം. അതിനാൽ ഇപ്പോൾ ഞാൻ പോകുന്നു" എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂതിരിപ്പാട് "ഇന്ന് രാത്രിയിലും വരാമോ?" എന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷി "അവിടേക്ക് അങ്ങനെ ആഗ്രഹവും എന്റെ പേരിൽ സന്തോഷവും ഉണ്ടെങ്കിൽ ഞാൻ ഇന്നെന്നല്ല എല്ലാ ദിവസം രാത്രിയിലും നിങ്ങളുടെ അടുക്കൽ വന്നുകൊള്ളാം. എന്നാൽ ഒരു കാര്യമുണ്ട്, അതും കൂടി പറഞ്ഞേക്കാം. അവിടുന്ന് എന്റെ സമ്മതം കൂടാതെ അന്യ സ്ത്രീകളെ തൊടരുത്. വേറെയൊരു സ്ത്രീയെ അവിടുന്ന് തൊട്ടാൽ പിന്നെ ഞാൻ അവിടുന്ന് അടുക്കൽ വരികയില്ല." നമ്പൂതിരിപ്പാട് "ഇല്ല, എന്റെ അച്ഛനാണ്, ഇല്ല. നിന്റെ അനുവാദം കൂടാതെ ഞാൻ യാതൊരു സ്ത്രീയെയും തൊടുകയില്ല." ഇത് കേട്ടപ്പോൾ യക്ഷി സന്തോഷത്തോടുകൂടി "എന്നാൽ ഞാൻ പതിവായി വന്നുകൊള്ളാം" എന്ന് പറഞ്ഞു പോകുകയും പിന്നെ പതിവായി രാത്രിതോറും നമ്പൂതിരിപ്പാട്ടിന്റെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം സ്നേഹാകുലരായി തീർന്നുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാടിന്റെ വേദാധ്യയനം നിർത്തി ഇല്ലത്തേക്ക് കൊണ്ടുപോകാനായി അച്ഛൻ നമ്പൂതിരിപ്പാട് ഒരു ദിവസം തൃശ്ശിവപേരൂർ ചെന്നു. അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ യക്ഷിയെ പിരിഞ്ഞു പോകണമെന്ന് വിചാരിച്ച് മകൻ നമ്പൂതിരിപ്പാടിന് വളരെ വ്യസനമായി. അന്ന് രാത്രിയിൽ യക്ഷി വന്നപ്പോൾ നമ്പൂതിരിപ്പാട് വളരെ മനസ്താപത്തോടുകൂടി "എന്നെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ വന്നിട്ടുണ്ട്. നാളെ രാവിലെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" എന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷി
അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. അവിടുന്ന് ഇല്ലത്തേക്ക് പോയാൽ പിന്നെ പതിവായി ഞാൻ അവിടെ വന്നുകൊള്ളാം. ഇത് കേട്ടപ്പോൾ നമ്പൂതിരിപ്പാട്ടിലേക്ക് വ്യസനമെല്ലാം തീർന്ന് വളരെ സന്തോഷമായി. പിന്നെ പതിവ് പോലെ അന്നും അവർ സുഖമായി ഒരുമിച്ച് രമിക്കുകയും വെളുപ്പാൻ കാലമായപ്പോൾ പോവുകയും ചെയ്തു. രാവിലെ അച്ഛൻ നമ്പൂതിരിപ്പാട് മകനെ കൂട്ടിക്കൊണ്ട് ഇല്ലത്തേക്ക് പോയി. മകൻ നമ്പൂതിരിപ്പാട് ഇല്ലത്ത് ചെന്ന് താമസമായതിനു ശേഷവും യക്ഷി രാത്രി തോറും പതിവായി അവിടെയും ചെന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്പൂതിരിപ്പാട് മകനെ കൊണ്ട് ഒന്ന് വേളി കഴിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് ചില സ്ത്രീജാതകങ്ങൾ വരുത്തി നോക്കുകയും മുതലായ ചില ശ്രമങ്ങളും തുടങ്ങി. ഈ വിവരം അറിഞ്ഞപ്പം താൻ വേളി കഴിച്ചാൽ പിന്നെ യക്ഷി തന്റെ അടുക്കൽ വരികയില്ല എന്ന് വിചാരിച്ചിട്ട് മകൻ നമ്പൂതിരിപ്പാടിന് അത്യന്തം വ്യസനമായി തീർന്നു. അതിനാൽ അദ്ദേഹം തനിക്ക് വേളി കഴിക്കാൻ മനസ്സില്ല എന്നും അതിനായി അച്ഛൻ നിർബന്ധിക്കരുത് എന്നും മറ്റൊരാൾ മുഖാന്തരം അച്ഛനെ ഗ്രഹിപ്പിച്ചു. അച്ഛൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് അത് കേട്ടപ്പോൾ വ്യസനവും കോപവും സഹിക്ക വയ്യാതെയായി. ഉടനെ അദ്ദേഹം മകനെ വിളിച്ചു നേരിട്ട് തന്നെ, എന്താ, ഉണ്ണിക്ക് വേളി കഴിക്കാൻ മനസ്സില്ല അല്ലേ? നീ ഇത്ര കഥയില്ലാത്തവനായി തീർന്നല്ലോ. നീ ഒന്ന് വേളി കഴിച്ച് അതിൽ സന്താനങ്ങൾ ഉണ്ടായി കണ്ടിട്ട് നമ്മുടെ കാലം കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊന്നും സാധിച്ചില്ലെങ്കിലും ഈ തറവാട് നശിക്കാതിരിക്കണമല്ലോ. അതിന് നീ വേളി കഴിക്കാതിരുന്നാൽ പിന്നെ എന്താ മാർഗം? മകൻ, അച്ഛൻ പറയുന്നതൊക്കെ കാര്യമാണ്. ഇതിനൊക്കെ സമാധാനം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയായാലും ഞാൻ വേളി കഴിക്കില്ല. അതിന് അച്ഛൻ എന്നോട് നിർബന്ധിക്കും വരുത്. വേളി കഴിക്കില്ല എന്ന് പറഞ്ഞാൽ മതിയോ? കഴിക്കില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അത് കേൾക്കട്ടെ. മകൻ, കാരണമൊന്നുമില്ല, എനിക്കതിന് മനസ്സില്ല എന്നേ ഉള്ളൂ. വേണ്ടുന്ന കാര്യം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നീ ഇനി ഈ തറവാട്ടിൽ കയറരുത്. എവിടെയെങ്കിലും പോയിക്കൊള്ളണം. എഭ്യ, നിനക്ക് മനസ്സില്ല അല്ലേ? എൻ്റെ മുന്നിൽ നിന്ന് നിനക്കിങ്ങനെ പറയാൻ ധൈര്യമുണ്ടായല്ലോ. പോ എൻ്റെ മുന്നിൽ നിന്ന്. കൊശവ, നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഇങ്ങനെ അച്ഛൻ കോപത്തോടുകൂടി ശകാരിച്ചത് കേട്ടപ്പോൾ സാധുവും ശുദ്ധഹൃദയനുമായ മകൻ നമ്പൂതിരിപ്പാടിന് വിഷമം സഹിക്കാതെയായി. ഈ സംഭാഷണം ഉണ്ടായത് രാത്രിയിൽ അത്താഴത്തിന് മുൻപായിട്ടാണ്. അതിനാൽ മകൻ നമ്പൂതിരിപ്പാട് വ്യസനം നിമിത്തം അത്താഴമുണ്ണാതെ കരഞ്ഞുകൊണ്ടുപോയി കിടന്നു. പതിവ് സമയമായപ്പോൾ യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹം വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്ന് യക്ഷിക്ക് മനസ്സിലായി. വ്യസനകാരണം എന്താണെന്ന് ചോദിച്ചു. ഈ സംഗതി യക്ഷിയോട് പറയാൻ അദ്ദേഹത്തിന് വളരെ മടിയും ലജ്ജയും ഉണ്ടായിരുന്നതിനാൽ ആദ്യം ഒന്നും പറയാതെ ഉപായത്തിൽ കഴിച്ചുകൂട്ടാൻ അദ്ദേഹം കഴിയുന്നതും ശ്രമിച്ചു നോക്കി. എങ്കിലും യക്ഷിയുടെ നിർബന്ധ നിമിത്തം ഒടുക്കം പരമാർത്ഥമൊക്കെ അദ്ദേഹം യക്ഷിയോട് പറഞ്ഞു. അപ്പോൾ യക്ഷി, അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. വേളി കഴിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. അവിടുന്ന് വേളി കഴിക്കാതിരുന്നാൽ ഈ തറവാട് നശിച്ചു പോകുമല്ലോ. ഞാൻ നിമിത്തം അങ്ങനെ വരുന്നത് എനിക്കും വളരെ വ്യസനമാണ്. അവിടുന്ന് വേളി കഴിച്ചാലും എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. വേളി കഴിച്ചാൽ ഒന്നരാടം ദിവസം ആ അന്തർജനത്തിന്റെ കൂടെ സഹശയനം ചെയ്തുകൊള്ളണം. ഒന്നരാടം മാറി വേറെ സ്ഥലത്ത് കിടന്നുകൊള്ളണം. ആ ദിവസങ്ങളിൽ ഞാൻ അവിടുന്ന് അടുക്കൽ വന്നുകൊള്ളാം. അതിനാൽ നാളെ രാവിലെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വേളി കഴിക്കാൻ സമ്മതമാണെന്ന് പറയണം. അച്ഛൻ പറഞ്ഞതിനെ കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. ഇത് കേട്ടപ്പോൾ മകൻ നമ്പൂതിരിപ്പാട്ടിന് വളരെ സന്തോഷമായി. പിന്നെ അവർ രണ്ടുപേരും കൂടി രാത്രിയെ സുഖമായി നയിച്ചു. വെളുപ്പാൻ കാലമായപ്പോൾ യക്ഷി പോയി. മകൻ നമ്പൂതിരിപ്പാട് രാവിലെ എണീറ്റ് അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വേളി കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയും അച്ഛൻ നമ്പൂതിരിപ്പാട് അത് കേട്ട് സന്തോഷിക്കുകയും ചെയ്തു. താമസിയാതെ ഒരു നല്ല മുഹൂർത്തത്തിൽ അതീവ സുന്ദരിയായ ഒരു ബ്രാഹ്മണി യുവതിയെ മകൻ നമ്പൂതിരിപ്പാട് വേളി കഴിച്ചു. അച്ഛൻ നമ്പൂതിരിപ്പാട് വേളിയും കുടിവെപ്പും കേമമായും ഭംഗിയായും നടത്തിച്ചു. വേളി കഴിച്ചതിന് ശേഷം മകൻ നമ്പൂതിരിപ്പാട് യക്ഷി പറഞ്ഞിട്ടുള്ളതുപോലെ അന്നത്തെ ദിവസം അന്തർജനത്തിന്റെ കൂടെ കിടന്ന ശേഷം അടുത്ത ദിവസം യക്ഷി പറഞ്ഞതുപോലെ മറ്റൊരിടത്ത് കിടക്കാൻ പോയി. പറഞ്ഞതുപോലെ യക്ഷി അവിടെ എത്തുകയും അവർ സുഖലോലുപരായ രതിക്രീഡയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവതി.